വാർത്തയിലേക്ക്. CPM-ൽ നിന്നും രാജിവെച്ച് കോൺഗ്രസിലേക്ക് വന്നവർ കൈലൂരിൽ സ്വീകരണം. CPM-ൽ നിന്നും രാജിവെച്ചു വന്ന പുളിക്കൽച്ചിറ മുൻ ബ്രാഞ്ച് സെക്രട്ടറി കണ്ണനും ഗ്രാമീണ ബാങ്ക് മുൻ ഡയറക്ടർ കൃഷ്ണൻകുട്ടിക്കുമാണ് നെന്മാർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സ്വീകരണം നൽകിയത്. തുടർന്ന് രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗവും നടത്തി. DCC പ്രസിഡന്റ് തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യത്തെക്കുറിച്ച് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ അവർ വോട്ടിംഗ് നടന്നാൽ വോട്ട് മത്സരിച്ച സ്ഥാനാർത്ഥിയെ പോലും ഇല്ലാതെയാണ്, അവർക്ക് ഏജന്റ് ഇല്ലാതെയാണ്, അവരാണ് പാർട്ടിക്കാരിൽ നിന്ന്. അപ്പൊ എത്ര എണ്ണം എന്ന് പറഞ്ഞാൽ അവർ തീരുമാനിക്കും ആര് ജയിച്ചു എന്നുള്ളതാണ്. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശൈലി. അതിലേക്ക് ഇപ്പൊ ജനാധിപത്യപരമായിട്ടും അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായി മുന്നോട്ട് തൂക്കുന്ന കേരളത്തിൽ ധാരാളം ആളുകൾ അതൊന്ന് വിട്ടുവീഴ്ന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് 4-5 എക്സാമ്പിൾ പറഞ്ഞു, കുറച്ച് പേര് വന്നു മാറ്റി വന്നു. ഇന്നും പേടിക്കണ്ട. ഈ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥിതി പാലക്കാട് കഴിഞ്ഞ് തമിഴ്നാട് ബോർഡർ എത്തിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലനിൽക്കുന്ന രാജീവ് ഗാന്ധി, രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ വേണം, പ്രിയങ്ക ഗാന്ധിയുടെ ഫോട്ടോ വേണം, സോണിയാഗാന്ധിയുടെ ഫോട്ടോ വേണം. അങ്ങനെയാണ്. ആരും പശ്ചാത്തപിക്കേണ്ട കാര്യമില്ല. ഇവിടെ BJP-ക്കാരെ കൂട്ടുചേർത്തുകൊണ്ട് കോൺഗ്രസിനെ എതിർക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി അപ്പുറത്ത് പോയാൽ കോൺഗ്രസിനെ കൂട്ടിയിട്ടാണ് അവർക്കൊരു MP സ്ഥാനം നിലനിർത്താൻ കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ ഫോട്ടോ വെച്ച് മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ സഹപ്രവർത്തകരായിട്ട് ഇവിടുത്തെ മുൻ ബ്രാഞ്ച് സെക്രട്ടറി മെമ്പറും രാജിവെച്ച് വന്നിട്ടുണ്ടെങ്കിൽ അത് 100% ശരിയുടെ തീരുമാനമായിട്ടാണ് എനിക്ക് പറയാനുള്ളത്. വേറൊന്നും ഞാൻ പറയുന്നില്ല. ബ്ലോക്ക് പ്രസിഡന്റ് വിനോദ് ചക്രായി അധ്യക്ഷത വഹിച്ചു. സുമേഷ് അച്യുതൻ, CC സുനിൽ, KE അബ്ബാസ്, MR നാരായണൻ, R സുരേഷ്, PS രാമനാഥൻ, മുഹമ്മദ് കുട്ടി, സുരേഷ് കുമാർ, പ്രഭാകര പണിക്കർ, മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു.